ദിവസത്തെ കാത്തിരിപ്പിന് ശേഷം ശ്രീശാന്ത് നാളെ കൊച്ചിയിലെത്തും, ജന്മനാട്ടിലെത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. ജോസി, വാതുവെപ്പ് കേസിൽ പിടിയിലായ മലയാളി ക്രിക്കറ്റ് താരം ശ്രീശാന്ത് ജയിൽ മോചിതനായി. 22 ദിവസത്തെ ജയിൽ വാസത്തിന് ശേഷമാണ് ശ്രീ മോചിതനായത്. നാളെ കൊച്ചിയിലെത്തും. വിശദാംശങ്ങൾ നൽകിയത് ഞങ്ങളുടെ പ്രതിനിധി എബി ജോൺ തോമസ്. ബിജെപിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട പദവികളിൽ നിന്ന് രാജിവെക്കുവാനുള്ള തീരുമാനം മുതിർന്ന നേതാവ് LK അദ്വാനി പിൻവലിച്ചു. പാർട്ടി നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് തീരുമാനം. പാർട്ടി അധ്യക്ഷൻ രാജ്നാഥ് സിംഗാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത്. മുതിർന്ന നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ബിജെപിയിലെ തെരഞ്ഞെടുക്കപ്പെട്ട പദവികളിൽ നിന്നും രാജിവെക്കാനുള്ള തീരുമാനം LK അദ്വാനി പിൻവലിച്ചത്. പാർട്ടി അധ്യക്ഷൻ രാജ്നാഥ് സിംഗാണ് വാർത്താ സമ്മേളനത്തിൽ ഇക്കാര്യം അറിയിച്ചത്. അദ്വാനിയുടെ രാജിക്കത്ത് അംഗീകരിക്കില്ലെന്ന് പാർട്ടി അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. ഈ തീരുമാനം അനുസരിക്കാൻ അദ്വാനി സമ്മതിച്ചതായി രാജ്നാഥ് സിംഗ് വിശദീകരിച്ചു. ദേശീയ നിർവാഹക സമിതി അംഗം, പാർലമെന്ററി ബോർഡ് അംഗം, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗം എന്നീ ഉന്നത പദവികളാണ് അദ്ദേഹം രാജിവെച്ചിരുന്നത്. നരേന്ദ്രമോദിയെ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി അധ്യക്ഷനാക്കിയതിൽ പ്രതിഷേധിച്ചായിരുന്നു അദ്വാനിയുടെ നടപടി. RSS മേധാവി മോഹൻ ഭഗത്, BJP മുൻ അധ്യക്ഷൻ നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ ഇടപെടലിന്റെ ഫലമായിട്ടാണ് അദ്വാനി തീരുമാനം പുനഃപരിശോധിക്കാൻ തയ്യാറായത്. രാജിക്കത്ത് കൈമാറിയത് മുതൽ അദ്വാനിയുടെ തീരുമാനം പിൻവലിപ്പിക്കാൻ പാർട്ടി നേതാക്കൾ ഭഗീരഥ പ്രയത്നം നടത്തിവരികയായിരുന്നു. അതേസമയം അദ്വാനി ഉന്നയിച്ച വിഷയങ്ങളിൽ വ്യക്തമായ ധാരണ ഇനിയും ഉണ്ടായിട്ടില്ലെന്നാണ് സൂചന. വിഷയങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന നേതാക്കളുടെ ഉറപ്പിനെ തുടർന്ന് അദ്വാനി രാജി പിൻവലിക്കാൻ തയ്യാറാവുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി അധ്യക്ഷനായതുകൊണ്ട് മാത്രം പ്രധാനമന്ത്രി പദത്തിലേക്ക് മോദി പരിഗണിക്കപ്പെട്ടിരുന്ന ഉറപ്പ് മാത്രമാണ് നേതാക്കൾ അദ്വാനിക്ക് നൽകിയിരിക്കുന്നത്. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ. കേരള വിഷൻ തിരുവനന്തപുരം റിപ്പോർട്ടർ വി വിനീഷിനെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. സംഭവത്തിൽ ജില്ലാ കളക്ടറോടും സിറ്റി പോലീസ് കമ്മീഷണറോടും മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. കേരള വിഷൻ റിപ്പോർട്ടർ വി വിനീഷിനെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാണ് മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരാഴ്ചയ്ക്കുള്ളിൽ സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് നൽകണമെന്ന് ജില്ലാ കളക്ടറോടും സിറ്റി പോലീസ് കമ്മീഷണറോടും മനുഷ്യാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നേരത്തെ സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിരുന്നു. അതേസമയം പോലീസിന്റെ ക്രൂരമർദ്ദനത്തിനിരയായ വിനീഷിന്റെ നില ഗുരുതരമായി തുടരുകയാണ്. ജനറൽ ആശുപത്രിയിൽ നിന്നും ചൊവ്വാഴ്ച ആയുർവേദ മെഡിക്കൽ കോളേജിലേക്ക് വിനീഷിനെ മാറ്റിയിട്ടുണ്ട്. പോലീസ് മർദ്ദനത്തിൽ ശരീരത്തിൽ ആന്തരികമായി ക്ഷതമേറ്റിട്ടുണ്ടെന്നാണ് ഡോക്ടർമാരുടെ വിലയിരുത്തൽ. ബസ് ഡ്രൈവറെ പോലീസ് മർദ്ദിക്കുന്നതും അസഭ്യം പറയുന്നതുമായ ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ പോലീസ് വിനീഷിന് കൈമാറിയിട്ടുണ്ട്. എന്നാൽ ഇതിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നില്ല. അതേസമയം വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് വിനീഷ് മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ട്. കേരള വിഷൻ, തിരുവനന്തപുരം. തൃശൂർ ജില്ലാ ആശുപത്രിയിൽ വർഷങ്ങളായി രോഗികൾക്ക് ECG എടുക്കുന്നത് സർവീസിൽ നിന്നും വിരമിച്ച പിയൂൺ. ഗുരുതരമായ ഈ പ്രശ്നം കണ്ണിൽപ്പെട്ടിട്ടും നടപടിയെടുക്കുവാൻ അധികൃതർ വിമുഖത കാട്ടുകയാണ്. ഇത് കുറ്റകരമല്ലെന്നും ടെക്നീഷ്യൻ ഇല്ലാത്തതാണ് ഇതിന് കാരണമെന്നും ആശുപത്രി അധികൃതർ പറയുന്നു. കേരള വിഷൻ എക്സ്ക്ലൂസീവ്. ഒരു മാസം മുമ്പ് ആരോഗ്യമന്ത്രി ജില്ലാ ആശുപത്രിയായി പ്രഖ്യാപിച്ച തൃശൂർ ജനറൽ ആശുപത്രിയിൽ രോഗികളുടെ